നമസ്കാരം, ഞാൻ രമേശ് രാമചന്ദ്രൻ. ക്യാപ്ചർ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഭവനരഹിതരായവർക്ക് 178 വീടുകൾ ഉൾപ്പെടുന്ന ഒരു ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടന വേളയിൽ കേരള റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ നടത്തിയ വൈകാരികമായ പ്രസംഗം ഏറെ അഭിനന്ദനീയം തന്നെ. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം. മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിൽ ദീർഘമായിട്ടുള്ള ഒരു അധ്യക്ഷ പ്രസംഗം പാടില്ലാത്തതാണ്. ഞാനതിന് മുതിരുന്നുമില്ല. സന്ദർഭോചിതമായി എങ്ങനെയാണ് വാക്കുകളെ ഹൃദയത്തിൽ നിന്ന് ഇടതടവില്ലാതെ ആനയിക്കേണ്ടതെന്നതിനൊരു പാഠപുസ്തകമാണ് മന്ത്രി ശ്രീ കെ രാജന്റെ ഈ വാക്കുകൾ. ഇന്ന് ഈ 178 കുടുംബാംഗങ്ങളെയും നേരിൽ പോയി കണ്ടയാളാണ് ഞാൻ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. ആ അനുഭവത്തിലേക്ക് നാം കടക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അടക്കം ക്രൂരമായ സമീപനത്തോടെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും കേരളം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ലോകമലയാളം എന്ന യാഥാർത്ഥ്യം. എങ്കിലും ആ ചരിത്ര നിമിഷം ഒരൊറ്റ രാഷ്ട്രീയ മര്യാദകേടിന്റെ പേരിൽ നിറം മങ്ങിപ്പോയി എന്ന് കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ബഹുമാന്യനായ മന്ത്രിയുടെ സംസാരിച്ചുകളെ സൂചിപ്പിച്ചു, തറക്കല്ലിട്ട് ആരും പോവില്ല. ഇന്നലെ 52 വീടുകൾ ഇന്നലെ കൈമാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ വീടുകളും കൈമാറാനുള്ള നടപടികളും നമ്മളെല്ലാവരും സ്വീകരിച്ചു. സർക്കാരിനോട് ചേർന്ന് നിന്ന് ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രക്രിയയിൽ ഏതെല്ലാം തലത്തിൽ മുന്നോട്ട് പോകാമോ ആ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് രാവും പകലുമില്ലാതെ ഒഴിഞ്ഞ് പ്രവർത്തിച്ചതായിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചവരാണ്. ഈ ദുരന്തബാധിതർ ഒരാൾ പോലും അസ്വസ്ഥതയുടെ ഒരു ശബ്ദം പോലും ഇവിടെ ഉണ്ടാക്കില്ല. കാരണം അവര് നേരിന്റെ അനുഭവത്തിന്റെ സാക്ഷികളാണ്. മറ്റുള്ളവരുടെ അപശബ്ദങ്ങൾ കണക്കിലാക്കുന്നില്ല എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. പക്ഷേ ഇത്തരം വൈകാരികമായ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ ഓർമ്മകൾ പേറിക്കൊണ്ട് വേണം ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനും അതിന് നേതൃത്വം നൽകാനും എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ചടങ്ങിൽ MLA യുടെ പ്രസംഗം തടസ്സപ്പെടുത്തും വിധം കൂകി വിളിച്ചപ്പോൾ ഓർമ്മ വന്നത് പണ്ട് CPM സമ്മേളന വേദിയിൽ പാർട്ടി സെക്രട്ടറിയായിരുന്ന സഖാവ് പിണറായി വിജയൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ VS അനുകൂല മുദ്രാവാക്യങ്ങൾ കൊണ്ട് അലങ്കോലപ്പെടുത്താൻ മുതിർന്നവരെ പിണറായി തന്നെ ശാസിച്ച് നിലയ്ക്ക് നിർത്താൻ നോക്കിയത് നാം കണ്ടതാണ്. ആ പാർട്ടി സമ്മേളനത്തിനേക്കാൾ എത്രയോ മഹത്തരമായ ഈ ചടങ്ങിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയിൽ നിന്നും കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്ന ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് ആ സദസ്സിൽ നടന്ന കോമാളിത്തരത്തിനെതിരെ താക്കീത് ചെയ്യാൻ കഴിയാതെ പോയത് അപലപനീയം തന്നെ. നന്ദി, നമസ്കാരം.